ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ കുറച്ച് ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് ഷോർട്ട് നോട്ട്സ് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ബാക്കി എന്തൊക്കെയാണോ ആ പാഠഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് അതെല്ലാം കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ടേമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതും പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? ഫോർ ട്രാവലിംഗ്, to transport goods from one place to another, emergency services, construction activities, agriculture, war. സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്, അടിയന്തര സേവനങ്ങൾക്ക്, വിനോദത്തിന്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, കൃഷി, സാഹസിക വിനോദം, യുദ്ധം. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്? വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടാവുക? എങ്ങനെയാണ്? ഓൺ ഫുട്ട്, ബൈ ക്യാരിയിങ് ഓൺ ദ ഹെഡ്, യൂസിങ് എനിമൽസ്. കാൽനടയായിട്ട്, തലച്ചുമടായിട്ട്, മൃഗങ്ങളുടെ പുറത്ത്. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്നത്. ഇനി മൂന്നാമത്തേത്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്? ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. Human effort was high. There was a delay. The journeys were difficult. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു. കാലതാമസം നേരിട്ടിരുന്നു. യാത്രകൾ ദുഷ്കരമായിരുന്നു. നാലാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഡിസ്കവറി ഓഫ് വീൽസ് ബ്രിങ് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? ചക്രങ്ങളുടെ കണ്ടെത്തൽ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? എന്തൊക്കെയായിരുന്നു? Travel has become faster, can travel long distances, reduced workload, weight lifting made easy, can carry more goods. സഞ്ചാരം വേഗത്തിലാക്കി, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചു, അധ്വാന ഭാരം കുറഞ്ഞു, ഭാരം നീക്കം എളുപ്പത്തിലായി, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാനും സാധിച്ചു. ഇനി അഞ്ചാമത്തെ ചോദ്യം, മേക്ക് എ നോട്ട് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോഗ്രസ് ഫ്രം ദ വീൽ ടു ദ വെഹിക്കിൾ. ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Earlier, both human pulled and animal pulled wheeled carts were used for various purposes of transportation. Such wheeled carts were used to transport goods and for moving humans from one place to another. Later, fuel-powered machines were invented. With the advent of machinized vehicles, there have been big changes in the field of transportation. Gradually, different modes of transport came into practice to move goods and people from one place to another. അതോ ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച് വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇതോടെ മനുഷ്യരെയും ചരക്കുകളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധ്യമായി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? 3 എണ്ണമാണുള്ളത്. ഒന്ന് ലാൻഡ് ട്രാൻസ്പോർട്ട്, മറ്റൊന്ന് വാട്ടർ ട്രാൻസ്പോർട്ട്, മറ്റൊന്ന് എയർ ട്രാൻസ്പോർട്ട്. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഏഴാമത്തത്, വാട്ട് ആർ ദ മേജർ റോഡ്സ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്തെ പ്രധാന റോഡുകൾ ഏതെല്ലാമാണ്? റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ്, എക്സ്പ്രസ് ഹൈവേസ് അഥവാ ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേ ഇങ്ങനെയാണ് ഉള്ളത്. എട്ടാമത്തത്, വാട്ട് ഈസ് ദ എവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്? ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം അടിസ്ഥാനപ്പെടുത്തി റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഒരു ചോദ്യം തന്നെയുണ്ട്, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഇൻ ദ ഏർലി ഡേയ്സ് ഹ്യൂമൻസ് പുൾഡ് വെഹിക്കിൾസ്, ലേറ്റർ എനിമൽ പുൾഡ് വെഹിക്കിൾസ് സ്റ്റാർട്ടഡ് ടു ബി യൂസ്ഡ്.
യൂസ് ഓഫ് വെഹിക്കിൾസ് വിച്ച് റിക്വയർസ് ഹ്യൂമൻ എഫേർട്ട്. യൂസ് ഓഫ് വെഹിക്കിൾസ് ലൈക്ക് സ്കൂട്ടേഴ്സ്, ഓട്ടോറിക്ഷ, cars, etc. Vehicles used for movement of goods, vehicles that are part of public transport. Along with the development of vehicles came the improvement in travel routes. ആദ്യകാലത്ത് മനുഷ്യർ വലിക്കുന്ന വാഹനങ്ങൾ ആയിരുന്നു. പിന്നീട് മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. മനുഷ്യപ്രയത്നം ആവശ്യമുള്ള സൈക്കിളിൻ്റെ ഉപയോഗം, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, കാറ് മുതലായ വാഹനങ്ങളുടെ ഉപയോഗം, ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായ വാഹനങ്ങൾ, വാഹനങ്ങളുടെ വികാസത്തോടൊപ്പം സഞ്ചാരപാതകളിലും പുരോഗതിയുണ്ടായി. 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, accessible to all section of people, best suited for short trips, convenient, access to interior areas, multi-purpose services. താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്, സൗകര്യപ്രദമാണ്, വിവിധോദ്ദേശ സേവനം, ഉൾപ്രദേശങ്ങളിലുള്ള ഗതാഗത മാർഗം. ഇതൊക്കെ എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്? റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ, helps to move bulk amount of goods, plays an important role in the growth of economic system, helping the agriculture sector by expanding agricultural markets, develop of trade, increasing the mobility of human resources. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ പ്രധാന പങ്കുവഹിക്കുന്നു, കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നു, വ്യാപാരത്തിൻ്റെ വികാസം, മാനവ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തെ മനുഷ്യൻ ആശ്രയിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ്? എന്തൊക്കെയാണ്? ട്രാവൽ, ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്, ഫോർ കോമ്പറ്റീഷൻസ്, ഫോർ ടൂറിസം, ഫോർ ഫിഷിംഗ്. സഞ്ചാരത്തിന്, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്, മത്സരങ്ങൾക്ക്, വിനോദസഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിന്. 12ാമത്തെ ചോദ്യം, മേക്ക് എ നോട്ട്സ് ഓൺ വേരിയസ് മോഡ്സ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. വിവിധ ജലഗതാഗത മാർഗങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഏതൊക്കെയാണ്? വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, ഇൻലാൻഡ് ആൻഡ് മാരിടൈം ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ആദ്യം നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നോക്കാം. ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് റെയിൽവേ, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. Inland water transport developed in areas where there were very plenty of rivers and backwaters. Later, canals were constructed for this purpose. Next one, maritime transport ആണ്. In the past, international travel and goods transport were mostly depend on maritime transport. Maritime transport is possible through coastal waterways and international waterways. അഥവാ ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്രഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പുള്ള പ്രധാന മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശത്ത് പുരോഗതി പ്രാപിച്ചു. ഇതിനായി കനാലുകളും നിർമ്മിച്ചു. അടുത്തത് സമുദ്ര ജലഗതാഗതമാണ്. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. സമുദ്ര ഗതാഗതം സാധ്യമാകുന്നത് തീരപ്രദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. 13ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, കാർഗോ കപ്പാസിറ്റി, ഫോറിൻ ട്രേഡ്. താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്, ചരക്ക് സംവഹന ശേഷി, വിദേശ വ്യാപാരം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. 14, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? മേജർ മീൻസ് ഓഫ് ടൂറിസം, ഹെൽപ്പ് ബിസിനസ്, ക്യാൻ ട്രാവൽ മോർ ഡിസ്റ്റൻസ് ഇൻ ലെസ് ടൈം, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഹെൽപ്സ് ഇൻ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്. വിനോദസഞ്ചാരത്തിനുള്ള പ്രധാന ഉപാധിയാണ്, വ്യാപാരങ്ങൾക്ക് സഹായിക്കുന്നു, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്, പ്രകൃതി ദുരന്തങ്ങളെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് 15th ചോദ്യമാണ്,
വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇൻക്രീസ്ഡ് നമ്പേഴ്സ് ഓഫ് വെഹിക്കിൾസ്? വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ഹൈ ട്രാഫിക് ആക്സിഡൻസ്, പെഡസ്ട്രിയൻ സേഫ്റ്റി ഡിക്രീസസ്, ഹെൽത്ത് പ്രോബ്ലംസ്, ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജക്ഷൻ. വായുമലിനീകരണം, ശബ്ദമലിനീകരണം, വാഹനാപകടങ്ങൾ കൂടുന്നു, കാൽനട യാത്രക്കാരുടെ സുരക്ഷ കുറയുന്നു. ഇനി 16th ക്വസ്റ്റ്യൻ, ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഓൺ ദ നീഡ് ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. When every member of the house starts using their own vehicles, the pollution caused is huge. The traffic congestion, air pollution and noise pollution, it creates major health problems. It also results in a huge increase in vehicles accidents and limited parking facilities. Also, it causes less safety for two-wheelers including bicycles and pedestrians. So, it is always better to use public transport such as buses and train. വീട്ടിലെ ഓരോ അംഗങ്ങളും യാത്രക്കായിട്ട് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് ഉണ്ടാക്കുന്ന മലിനീകരണം വളരെ വലുതാണ്. ഇത് സൃഷ്ടിക്കുന്ന ഗതാഗതക്കുരുക്കും വായുമലിനീകരണവും ശബ്ദമലിനീകരണവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടാതെ വാഹന അപകടത്തോത് വലിയ രീതിയിൽ കൂടുന്നതിനും പാർക്കിംഗ് സൗകര്യങ്ങൾ പരിമിതി ഉണ്ടാവുന്നതിനും കാരണമാകുന്നു. കൂടാതെ സൈക്കിൾ അടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ കുറയുന്നതിനും ഇത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ബസ്, ട്രെയിൻ തുടങ്ങിയ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 17ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നവഡേയ്സ്? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്? ഏതൊക്കെയാണ്? ഫോൺ, ഓൺലൈൻ സിസ്റ്റം, ലെറ്റർ, പ്രിൻറ്റ് മീഡിയ ഇൻക്ലൂഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, റേഡിയോ. ഫോണ്, ഓൺലൈൻ സംവിധാനം, കത്ത്, പത്രം ഉൾപ്പെടെയുള്ള അച്ചടി മാധ്യമങ്ങൾ, ടെലിവിഷൻ, റേഡിയോ. Then next question, make a note on the impact of information technology in our daily life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിവരസാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെ എഴുതാം? It can be said that in the modern era, human life is completely based on information technology. From a time when ideas and messages used to take a long time to reach their destination, today's technology has enabled man to communicate in seconds. With the help of the internet, ideas can be conveyed with precision and the greatest ease. Due to being able to communicate in a timely manner, even human travel can be avoided and information from any corner of the world can be made available at the fingertips. Thus, the vision of the world becoming a global village is printed by information technology. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും വിവരസാങ്കേതിക വിദ്യകൾ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയാം. ആശയങ്ങളും സന്ദേശങ്ങളും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് ഒരുപാട് സമയം എടുത്തിരുന്ന ഒരു കാലത്ത് നിന്നും നിമിഷം കൊണ്ട് ആശയവിനിമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് ഇന്ന് സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ പ്രാപ്തരാക്കിയിരിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആശയങ്ങൾ കൃത്യതയോടെയും ഏറ്റവും എളുപ്പത്തിലും ഇന്ന് കൈമാറാൻ കഴിയുന്നു. സമയബന്ധിതമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നത് മൂലം മനുഷ്യൻ്റെ യാത്രകൾ പോലും ഒഴിവാക്കാൻ സാധിക്കുകയും ലോകത്തിൻ്റെ ഏതു കോണിലെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും കഴിയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ അതിലെ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എക്സാമിൻ്റെ മുന്നേ ഒരു പാഠഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.